ഹായ് ഹലോ. അങ്ങനെ കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ആ ദിവസം വന്നെത്തി. അതായത് ഇന്ന് നമ്മുടെ ബലോന വരുന്ന ദിവസമാണ്. അപ്പം അതിൻ്റെ കുറച്ച് മുന്നൊരുക്കമായി ഷോറൂമിൽ പോയി കുറച്ച് ഒപ്പൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഇട്ട് കൊടുത്ത് ഏകദേശം ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവർ നമുക്ക് ഗിഫ്റ്റ് തരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ കിച്ചു വിചാരിച്ചു കിച്ചുവിനെ ആ ബോക്സിലിട്ടിട്ട് അവർക്ക് കൊടുക്കുവാണ്. അപ്പോഴത്തേക്ക് അവൻ വല്ലാണ്ട് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി എന്നെ വേഗം കയറി അള്ളി പിടിച്ച് എന്തോ അവൻ പേടിച്ചു പോയി അവരെ കൊടുക്കാൻ പോവുകയാണോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവൻ്റെ കരച്ചിലെല്ലാം കുറച്ച് ഒന്ന് കുറഞ്ഞതിന് ശേഷം പിന്നെ താക്കോലെല്ലാം വാങ്ങി. താക്കോൽ വാങ്ങാൻ സമയമാകുമ്പോഴത്തേക്ക് അവൻ ഓക്കെ ആയി. പിന്നെ താക്കോൽ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ താക്കോൽ അവൻ മേടിച്ച് കയ്യിൽ പിടിച്ച് പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ആ താക്കോൽ വാങ്ങിക്കാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും എല്ലാം അടിപൊളിയായിട്ട് നടക്കും. കസിൻസ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീയേട്ടനും CP ഏട്ടനും മനീഷ് മേച്ചിയും അച്ചു മുത്ത് ആമിക്കുട്ടി എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് എല്ലാ പരിപാടിയും സൂപ്പറായിട്ട് നടന്നു. അപ്പം എല്ലാവരും കൂടി നല്ല വൈബായിരുന്നു. പക്ഷേ അവർ ഫോട്ടോസിനും വീഡിയോസിനും ഒന്നും നിന്നിട്ടില്ല. അവർ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അല്ലെങ്കിൽ അതങ്ങനെയല്ലേ, നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് നമ്മുടെ കയ്യിലത് കിട്ടുമ്പം ഒരു വല്ലാത്ത സന്തോഷമല്ലേ. എന്തായാലും അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരുവിധം സെറ്റായി ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നു. ഇനിയിപ്പം ഓരോരോ ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്യണം. പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പോകാം. അപ്പം നമുക്കിങ്ങനെ വഴിയെ കാണാം. അപ്പം എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു റൗണ്ട് ചെയ്തു. അതായത് വണ്ടി ജസ്റ്റ് ഒന്ന് പുതിയ ഫസ്റ്റ് ടൈമല്ലേ കയ്യിലോട്ടേക്ക് കിട്ടുന്നത്. ആ ഒരു സന്തോഷത്തിൽ ജസ്റ്റ് ഒരു റൗണ്ടെല്ലാം അടിച്ച് വന്ന് അങ്ങനെ ഒരു റൗണ്ടെല്ലാം അടിച്ച് വരുന്ന വഴിക്ക് നമ്മൾ പമ്പിലൊക്കെ പോയി എണ്ണയെല്ലാം അടിച്ച് നമ്മൾ പമ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ എന്താണ് സ്വീറ്റ്സ് എന്നറിയാനുള്ള ആകാംക്ഷൻ്റെ പുറത്ത് ആ സ്വീറ്റ്സിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ സ്വീറ്റ്സ് എടുത്ത് കഴിച്ച് ബാക്കി ഉണ്ടായിരുന്ന വീട്ടിൽ വന്ന് കസിൻസ് എല്ലാവർക്കും കൊടുത്തു. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ഐസ്ക്രീം ബൾക്കായിട്ട് മേടിക്കുന്നൊരു കടയുണ്ട്. ആ കടയിൽ പോയി ഐസ്ക്രീം എല്ലാം വാങ്ങി വീട്ടിൽ വന്ന് എല്ലാം എന്താ പറയുക ഒരു നല്ല ഒരു അടിപൊളി. അത്യാവശ്യം ചെറിയ മഴയെല്ലാം ഉണ്ടായിരുന്നു. മഴയെല്ലാം കണ്ട് മഴയെല്ലാം ആസ്വദിച്ച് നമ്മൾ വണ്ടിയെല്ലാം എടുത്തിട്ട് വീട്ടിലോട്ടേക്ക് വരുമ്പം എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞ് അവർ തന്ന ഗിഫ്റ്റ് ബോക്സിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷൻ്റെ പുറത്ത് അത് തുറന്നു നോക്കുമ്പോൾ 2 വലിയ മഗ് വേറെ പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതും എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് അവസാനിച്ചു. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.